വാസന്തങ്ങൾ പോയി എങ്ങോ ദൂരെ കണ്ണിൽ നിന്നും കാക്കപ്പൂവുകൾ പോയി അരിമുല്ലയിൽ നിന്നും തേനൊന്നും കിളിപ്പോയി നോവറിയും അതിൽ നീരും നീലാവികളായി മകളെ നിന്റെ അച്ഛന് നിന്നോടുള്ള അമിത സ്നേഹം സ്വാർത്ഥമാവുന്നതുകൊണ്ടാ. ആയിരിക്കാം, പക്ഷേ എനിക്ക് ആ ഭാഗം മാത്രം ചിന്തിച്ചാ പോരല്ലോ. ആയിക്കോട്ടെ, എന്നാലും ഒരു ഏറ്റുമുട്ടലില്ലാതിരിക്കുന്നല്ലേ നല്ലത്. അതെങ്ങനെ ഒക്കും? നീ പറയൂ, ഞാൻ മാത്രം വിചാരിച്ച് സാധിക്കുന്ന കാര്യമാണോ അത്? ഇന്ന് തന്നെ ഞാൻ തിരക്കി ചെന്നപ്പോ വീട് പൂട്ടിയിരിക്കുന്നു. മീനാക്ഷിയെടുത്തെ കണ്ടപ്പോ പറഞ്ഞെന്താ, കോടും കുടുക്കയും പെറുക്കി സ്ഥലം വിട്ടിരിക്കുന്നു. എന്തോ മഹാ അപരാധം ചെയ്ത പോലെയാണ് ആ പറച്ചിൽ. ഒരു രാത്രി കൊണ്ട് എന്റെ സച്ചിയും പാവ സുധാമയും നാട്ടുകാരുടെ മുമ്പിൽ എത്ര ചെറുതായിപ്പോയി. എന്തിന്? ആരെ തൃപ്തിപ്പെടുത്താൻ? എനിക്കറിയാം ഇതൊക്കെ ആരാ ചെയ്യിക്കുന്നെന്ന്. അപ്പുട്ടി, അജേട്ടനാ, ഉണ്ണിമാമയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. ഇങ്ങോട്ട് വാടൂ. വക്കീലിന്റെ വിവരങ്ങൾ അറിയാഞ്ഞിട്ട് ഒരു സമാധാനമില്ല. കുറുപ്പച്ച ഇങ്ങനെ വിഷമിക്കാതെ. ഇമ്മിണി നേരത്തെ അല്ലേ കുറുപ്പച്ച എന്നോട് പറഞ്ഞത് അവിടുന്ന് അജയന്റെ ഫോൺ ഉണ്ടായിരുന്നു, കുഴപ്പമൊന്നുമില്ലെന്ന്. ശരിയാണ്, പക്ഷേ കുറുപ്പച്ച ഒന്നും പറയണ്ട. ഒരുപാട് യുദ്ധങ്ങളൊക്കെ ചെയ്ത ആളല്ലേ. ഇങ്ങനെ തളരുന്നത് കാണാൻ കല്ലേരിക്ക് വയ്യ. പ്രായമേറുമ്പോ മനസ്സിന്റെ കരുത്തും ചോർന്നു പോകടോ. ചായ എനിക്ക് വേണ്ടമ്മേ. കുടിക്ക്, പാല് കിട്ടാഞ്ഞിട്ടല്ലേ? അതല്ലമ്മേ, എനിക്കിപ്പോ വേണ്ട. നീ ഇങ്ങനെ നേരത്തും കാലത്തും കുടിക്കാതും തിന്നാതിരുന്നാൽ എങ്ങനാ? വന്ന് കേറിയപ്പോ തന്നെ വയറ് നിറച്ച് കിട്ടിയല്ലോ. ജാനകി ചേച്ചി ഒരു പാവാ, വായു വരുന്നൊക്കെ പറയുന്നേ ഉള്ളൂ. അതിപ്പോ നാട്ടിൻപുറത്തുകാരാകുമ്പോ അങ്ങനെയാ എന്നൊക്കെ പറഞ്ഞ അമ്മ സമാധാനിച്ചു. എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റില്ല. മുഖത്ത് കാർക്കിച്ചു തുപ്പിട്ട് നാട്ടിൻപുറത്തുകാരാന്ന് പറഞ്ഞാ മതിയല്ലോ. ഇങ്ങോട്ട് വരികന്നല്ലാതെ പെട്ടെന്ന് അമ്മയ്ക്ക് മറ്റൊരു വഴിയും തോന്നിയില്ല മോനെ. ഒരു വാടക വീടെടുത്ത് താമസിച്ചാ മതിയായിരുന്നു. ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ ചെന്ന് വാടക വീടെടുത്ത് താമസിക്കാന്ന് വെച്ചാ അതിനെന്താ? ആരും അങ്ങനെ താമസിക്കുന്നില്ലേ? ചെല്ലുന്നിടത്ത് അങ്ങ് പരിചയമായിക്കോളൂ. എന്റെ മോനൊരു ജോലി കിട്ടട്ടെ, എന്നിട്ടാവാം. ഓ, അപ്പൊ എനിക്കൊരു ജോലി കിട്ടാത്തതാണ് പ്രശ്നം.
നിന്റെ ജോലിയല്ല അമ്മയ്ക്കിപ്പൊ പ്രശ്നം. നീ ഇങ്ങനെ അടഞ്ഞു കുത്തി മുറിക്കാതെ തന്നെ കയറി ഇരുന്നാലോ? പുറത്തോട്ടൊക്കെ ഇറങ്ങി ആരെങ്കിലും കണ്ടും കേട്ടൊക്കെ ഇരിക്കണ്ടേ? ഇവിടെ ആരെ കണ്ടിട്ട് എന്ത് കാര്യ? വല്ല ബാംഗ്ലൂരോ മുംബൈയിലോ മറ്റോ പോയാലോന്നാ. എന്തെങ്കിലും ഒരു നല്ല ജോലി അവിടെ കിട്ടാതിരിക്കില്ല. ഏതായാലും ബാലമ്പിള്ള ഇങ്ങ് വരട്ടെ, നമുക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാം. നീ ഈ ചായ കുടിക്കേ. എന്താ ഇത്ര വലിയ ആലോചന? ഓ, അപ്പൊ ചിരിക്കാനൊക്കെ അറിയാം. സച്ചിക്കൊച്ചേട്ടൻ ഇങ്ങനെ കുത്തിയിരിക്കാതെ ഇങ്ങോട്ട് പുറത്തൊക്കെ ഇറങ്ങി വാ. എന്ത് രസാണെന്ന് ഞങ്ങളുടെ നാട് കാണാൻ. ആട്ടുംകുട്ടിക്ക് ഇച്ചിരി വെള്ളം കൊടുക്കടി. അമ്മായി എന്നെ വിളിക്കുന്നു, ഞാൻ ഇപ്പൊ വരാട്ടോ. നിന്നെ ഉപദേശിക്കുകയാണെന്ന് തോന്നില്ലെങ്കിൽ ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഉണ്ണിമാമയുടെ അവസ്ഥയെക്കുറിച്ച് ഡോക്ടർ നിന്നോട് പറഞ്ഞത് മറന്നു കാണില്ലല്ലോ. നിന്റെ പൂർണ്ണമായ ശ്രദ്ധ ഉണ്ടാവണം. ഇതിലിപ്പോ ഞങ്ങൾക്കാർക്കും കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. പെട്ടെന്ന് പ്രതികരിക്കുന്ന സ്വഭാവമായതുകൊണ്ട് പറയാ, കുറെയൊക്കെ ആത്മസംയമനം പാലിക്കണം. എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നീട് ദുഃഖിച്ചിട്ട് കാര്യമില്ല. നിന്നെ വേദനിപ്പിക്കാനല്ല ഇത് പറയുന്നത്. ഈ ലോകത്ത് മറ്റാരേക്കാളും അജേട്ടന് നിന്നെ അറിയാം. പലപ്പോഴും വെറുതെ വാശി പിടിക്കുന്ന ഒരു കുട്ടിയെ പോലെ നീ സ്വന്തം ഇഷ്ടങ്ങൾക്ക് വേണ്ടി നീ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നു. ഞാൻ പറയുന്നതൊക്കെ നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പോ തെറ്റുകൾ മുഴുവൻ എന്റെ ഭാഗത്ത്. എന്നെ മാത്രം ആരും മനസ്സിലാക്കുന്നില്ലല്ലോ. അതെന്താ അങ്ങനെ പറയുന്നത്? നിന്റെ ഏത് ആഗ്രഹത്തിനാ ഞങ്ങളൊക്കെ എതിരെ നിന്നിട്ടുള്ളത്? അച്ഛനും ഉണ്ണിമാമയൊക്കെ ജീവിക്കുന്നതിന് നിനക്ക് വേണ്ടിയല്ലേ? അജേട്ടാ, ഹോസ്പിറ്റലിൽ നിന്ന് വന്നല്ലേ ഉള്ളൂ. ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആവട്ടെ. എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല മോളെ, അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുള്ളത് കൊണ്ടാവില്ലേ അച്ഛാ ഡോക്ടർ ഇതൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തത്? എന്ത് പ്രിസ്ക്രിപ്ഷൻ? അവർക്ക് തോന്നുന്നതൊക്കെ എഴുതി തരും. ഇതൊക്കെ ഇപ്പൊ ബിസിനസ് അല്ലേ? അതെന്തോ ആവട്ടെ, മരുന്ന് സമയാസമയത്ത് കഴിച്ചേ പറ്റൂ. ദാ കഴിക്കേ. ഒരു പ്രായം കഴിഞ്ഞാ പിന്നെ മരുന്നും മന്ത്രവും ഒന്നും ഒഴിയാൻ പോകുന്നില്ല മോളെ. അധികം കഴിക്കാതെയും കിടക്കാതെയും പോകുന്നവരൊക്കെ ഭാഗ്യവാന്മാരാ. എന്തിനാ ഇങ്ങനെ ആവശ്യമില്ലാത്തൊക്കെ പറയുന്നേ? എന്തെങ്കിലും ഒരു അസുഖം വന്ന ഉടനെ മരണത്തെക്കുറിച്ചുള്ളോ ചിന്തിക്കാൻ? പ്രായമേറുമ്പോ ഇങ്ങനൊക്കെ ചിന്തിച്ചു പോകും മോളെ. ആ മോളെ, ഇങ്ങനെ അച്ഛന്റെ കാര്യം നോക്കി ഇവിടെ നിന്നാ മതിയോ? അച്ഛനിപ്പം അത്രത്തോളം വയ്യാഴിയൊന്നും ഇല്ലല്ലോ. ദേ, ഏതായാലും പഠിത്തം കളയണ്ട, നാളെ തന്നെ പൊയ്ക്കോ. അച്ഛന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പിന്നെ ആരാ ഉള്ളത്? അതൊന്നും മോൾ അന്വേഷിക്കണ്ട. ഞാനല്ലാതെ പിന്നെ ആരാ അന്വേഷിക്ക? ദേ, അച്ഛന്റെ കാര്യം നോക്കി നീ നിന്റെ ഭാവി കളയരുത്. അച്ഛൻ അത്ര നിർബന്ധാണെങ്കിൽ ഞാൻ പോയേക്കാം. ഹേമേച്ചിയോട് കുറച്ചു ദിവസം ഇവിടെ ഒന്ന് നിക്കാൻ പറയാം. എന്തിനാ അവരെയൊക്കെ ബുദ്ധിമുട്ടിക്കുന്നത്? അച്ഛൻ പറഞ്ഞത് ഞാൻ കേട്ടല്ലോ, ഇതും അങ്ങനെ അങ്ങ് കേട്ടാ മതി. ഗുഡ് നൈറ്റ്. ആ
ഇളയിടം പറഞ്ഞതുപോലെ ദോഷ സമയമായതുകൊണ്ടാവും വക്കീലിന് ഇപ്പൊ അപ്പുട്ടിയുടെ വിവാഹം ഇടപെടി നടത്തിയേ പറ്റുമെന്ന് തോന്നിയതും അവളത് വാശി പിടിച്ച് മുടക്കിയതുമൊക്കെ. അവളുടെ മനസ്സറിയാനും നമ്മളൊന്നും ശ്രമിച്ചതുമില്ലല്ലോ. സ്വന്തം ജീവിതത്തെപ്പറ്റി അവൾക്കും ചില കണക്കൂട്ടലൊക്കെ ഉണ്ടാവില്ലേ? എല്ലാം അവളുടെ ഇഷ്ടം അറിഞ്ഞിട്ട് മതിയായിരുന്നു. അങ്ങനെ എല്ലാ ഇഷ്ടങ്ങളും അങ്ങോട്ട് വകവെച്ചു കൊടുക്കാൻ പറ്റുമോ മോനെ? സമൂഹത്തിന്റെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഇല്ലേ? അതൊക്കെ നോക്കാതെയും കുടുംബത്തിന്റെ അന്തസ്സിനെ പറ്റി ചിന്തിക്കാതെയും ജീവിക്കാൻ പറ്റുമോ? പക്വതയില്ലാത്ത കുട്ടികളുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങിയാൽ പരികേൽക്കേണ്ടി വരുന്നത് നമ്മളാണ്. സ്വന്തം തീരുമാനങ്ങളാണ് ശരിയെന്ന് വിശ്വസിക്കുന്ന പ്രായമാ അച്ഛച്ച അവളുടേത്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഫോഴ്സ് ചെയ്താൽ അവളുടെ വാശി കൂടുകയുള്ളൂ. എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യും. എല്ലാം ഒന്ന് ആറിത്തണുത്ത് അവളുടെ മനസ്സ് പാകമാകും വരെ നമ്മൾ കാത്തിരിക്കുന്നത് നല്ലത്. ഒരു വാശിക്ക് സ്വന്തം ജീവിതം പോലും എറിഞ്ഞുടച്ച് കളയാൻ പഠിക്കാത്ത സ്വഭാവം അവളുടേത്. ദൈവിക ശക്തിക്ക് മേൽ ആസുര ശക്തികൾ ആധിപത്യം നേടുന്ന കാലമായത്. നല്ലവർക്ക് ദുരിതങ്ങൾ മാത്രമേ ഉണ്ടാകൂ. നല്ലത് ചിന്തിക്കാൻ പോലും ആവാത്ത അവസ്ഥ. ശരിയാ അച്ഛാ, ഒന്നും അറിയരുത്, വേദനിക്കരുതെന്നൊക്കെ കരുതി ഉണ്ണിമാമയെന്നെല്ലാം മറച്ചു വെച്ചിട്ടും ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ? പിഴച്ച കാലത്തിന്റെ ദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തിലും പടർന്നിരിക്കുന്നു. എന്തായാലും അപ്പുട്ടിയോട് സംസാരിക്കുമ്പോ അച്ഛച്ചന്റെ മനസ്സിൽ എപ്പോഴും ഈ ചിന്ത ഉണ്ടാവണം. സച്ചിക്കൊച്ചേട്ടാ, ദാ ഇത് കണ്ടോ? പേരയ്ക്ക. ആ മാധവിത്തള്ളയുടെ പറമ്പിലുള്ള പേരമരത്തിന്ന് പൊട്ടിച്ചതാ. ഭാഗ്യം അവര് കണ്ടില്ല. കണ്ടിരുന്നെങ്കിൽ ഒരു പോരന് അത് മതി. ദാ സച്ചിക്കൊച്ചേട്ടന് വേണ്ടി കൊണ്ടുവന്നതാ. ആരും കാണണ്ട. എന്താ രണ്ടാളും കൂടി? ഞാൻ നാട്ടുവിശേഷങ്ങൾ പറഞ്ഞു കൊടുക്കായിരുന്നു അമ്മായി. ഞാൻ ഇറങ്ങട്ടെ അമ്മ. എന്റെ ഒരു പുറത്തമ്മേ, ഈ ഇന്റർവ്യൂവിനെങ്കിലും എന്റെ മോനൊരു ജോലി കിട്ടണേ. അമ്മ വിഷമിക്കണ്ട, ഞാൻ നമ്മുടെ രാഘവേട്ടനെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചിട്ടുണ്ട്. ദാ ഇത് കൈവച്ചോ. വേണ്ടമ്മേ, എന്റെ കയ്യിലുണ്ട്. ഇതോടെ ഇരിക്കട്ടെ, ഒരു വഴിക്ക് പോവല്ലോ മോനെ. ഞാൻ ഇറങ്ങട്ടെ. അമ്മായി, ഏതെങ്കിലും ഒരു വിരലിൽ തൊട്ടെ. സച്ചിക്കൊച്ചേട്ടന് ജോലി കിട്ടുമെന്ന് ഞാൻ ഇപ്പൊ പറയാം. ജോലി കിട്ടും. അല്ലെങ്കിൽ തന്നെ താഴൂരമ്മയ്ക്ക് 50 പൈസ കൊടുക്കാന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേൾക്കും. എത്ര തൂത്തും തുടച്ചിട്ടാലും പിന്നെ അഴുക്കും പൊടിയാ. എലിയുടെ ശല്യാച്ച അത് വേറെ. കൊറേ എലിവശം വാങ്ങി വെക്കാൻ പറഞ്ഞ ഈശ്വരൻ കൊടുത്ത ആയുസല്ലേ അവറ്റോള് ജീവിച്ചോട്ടെന്ന് പറയച്ച. പഴയ വീടല്ലേ മോളെ, തട്ടുംപുറത്ത് പൊടിയും മാറാലൊക്കെ ഉണ്ടാവും. ആരാ ഇപ്പൊ ഇനി അതൊന്ന് വൃത്തിയാക്കാൻ? ഓ, ഒരു ജോലി ചെയ്ത് തീർക്കാൻ സമ്മതിക്കില്ല. ആരാ ഇപ്പൊ ഇത്? ഇളയിടം തിരുമേനിയുടെ വീടല്ലേ? അതെ. അച്ഛനെവിടെ ഇല്ലല്ലോ. അമ്മ അകത്തുണ്ട്. ഒന്ന് വിളിക്കേ. അയ്യോ, അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റില്ല, വയ്യാതെ കിടക്ക. അകത്തേക്ക് വന്ന് കണ്ടോളൂ. ശരി, വരൂ. ഞാൻ സ്റ്റേഷനിൽ നിന്നാ. എന്താ കാര്യം? മാളവിക മകളല്ലേ? അതെ. അവൾക്ക് എന്ത് പറ്റി? 22-ന് മാളവികയെ ജയിലിൽ നിന്ന് റിലീസ് ചെയ്യും. ഈശ്വര, സർക്കാരിൽ നിന്ന് ശിക്ഷ ഇളവ് ചെയ്ത് കിട്ടിയിരിക്കുക. ഇവരുടെ ഒപ്പിട്ടേക്ക്. എന്നാ ശരി. മോളെ, നമ്മുടെ മാള് തിരിച്ചു വരുന്നുണ്ട്. എന്റെ പ്രാർത്ഥന ദൈവം കേട്ടുല്ലോ.
ഇതൊക്കെ ആ മീനാക്ഷിയോടോ മറ്റോ പറഞ്ഞാ പോരായിരുന്നോ മോളെ? ഓ, ഇത് ചെയ്യ അത് ചെയ്യെന്നും പറഞ്ഞ് അവരുടെ പിറകെ നടക്കാനൊന്നും എനിക്ക് വയ്യ. സുധാമ ഉണ്ടായിരുന്നെങ്കിൽ എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുമായിരുന്നു. ശരിയാ. പക്ഷെ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഒരക്ഷരം പോലും പറയാതെ ഓടിപ്പോയി കളഞ്ഞവരെ എവിടെ പോയി അന്വേഷിക്കാനാ? പോയവരൊക്കെ പോട്ടെ. ഇവിടെ നിന്ന കാലത്ത് നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ചെയ്തല്ലോ. അതുകൊണ്ട് ആരും നമ്മളെ കുറ്റപ്പെടുത്തില്ല എന്നൊരു സമാധാനമുണ്ട്. മോളെ, നമ്മളാരും വിചാരിക്കുന്നത് പോലെ അല്ലല്ലോ ജീവിതത്തിൽ സംഭവിക്കുന്നത്. വക്കീലിന്റെ ഈ അസുഖവും ആശുപത്രിവാസവും ഒക്കെ നമ്മൾ വിചാരിച്ചിരുന്നതാണോ? വലിയ ക്രിമിനൽ ലോയറാണെന്ന് പറഞ്ഞിട്ടെന്താ കാര്യം? മനസ്സിന് കട്ടിയില്ല. അതറിഞ്ഞു വേണം മോളയാളോട് പെരുമാറാൻ. കുറിപ്പിച്ചൻ പറയുന്ന കേട്ടാ തോന്നും ഞാൻ കാരണം അച്ഛൻ അസുഖം വന്നേന്ന്. അങ്ങനെയൊന്നും ഉദ്ദേശിച്ചല്ല കുറിപ്പച്ചൻ പറഞ്ഞത്. പക്ഷേ എന്റെ അപ്പൂട്ടി കാരണമാണ് ഇതൊക്കെ സംഭവിച്ചതെന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയ അത് കേൾക്കാൻ കുറിപ്പച്ചന് ശക്തിയില്ല. എല്ലാവരും പറഞ്ഞു തിരുത്താൻ നമുക്കാവില്ലല്ലോ കുറിപ്പച്ച. ഓരോരുത്തർക്കും അവരവരുടേതായ ചില നിലപാടുകളുണ്ട്. അതാണ് ശരിയെന്ന് അവര് വാദിക്കും. ഈ ഞാൻ തന്നെ എന്റെ ജീവിതം എന്റെയും കൂടെ ഇഷ്ടത്തിന് വേണമെന്ന് പറഞ്ഞത് അച്ഛനും കുറുപ്പച്ചനും തെറ്റായി തോന്നാം. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുകയും അതിന് ശ്രമിക്കുന്നതും ആവണ്ടേ എന്റെ ശരി? അങ്ങനെയല്ലേ കുറുപ്പച്ച? കഴിഞ്ഞതൊക്കെ അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ സുഭദ്രെ? അവള് പിന്നെ എങ്ങോട്ട് പോവും? എങ്ങോട്ട് വേണേ പോട്ടെ. ഈ വീട്ടിൽ അവൾക്ക് ഇനി യാതൊരു സ്ഥാനമില്ല. പെറ്റ വയറിനങ്ങനെ കരുതാൻ കഴിയോ? നിനക്ക് തോന്നണ ഈ സ്നേഹം അവൾക്കെന്താ തോന്നാഞ്ഞേ? ഒരുപാട് സ്നേഹം കൊടുത്ത് വളർത്തിയതല്ലേ. ഒടുവിൽ ഇല്ലത്തിന്റെ മുഖത്ത് കരുതേച്ചോണ്ട് ഇറങ്ങിപ്പോയില്ലേ? അതുവരെ ഉണ്ടായിരുന്ന അന്തസ്സും അഭിജാത്യവും തകർത്ത് കളഞ്ഞല്ലേ? അതിന്റെ ശിക്ഷ അവൾ അനുഭവിച്ചില്ലേ? ഇനിയെങ്കിലും അതൊക്കെ ഒന്ന് പൊറത്തൂടെ? പൊറുക്കാനോ? എനിക്കതിന് കഴിയില്ല. ഇത്ര വാശി എന്തിനാ? മക്കൾക്കൊരു തെറ്റുപറ്റിയ അച്ഛനമ്മമാരല്ലേ ക്ഷമിക്കേണ്ടത്? നിനക്ക് അത്ര നിർബന്ധമാണെങ്കിൽ എന്റെ മരണശേഷം എന്താന്ന് വെച്ചാൽ അയക്കോ. പക്ഷെ അപ്പോഴും എന്റെ ആത്മാവ് നിന്നോട് പൊറുക്കില്ല. അങ്ങനൊന്നും പറയരുത്. ഒരു തെറ്റുപറ്റി പോയെന്ന് പറഞ്ഞ് ജീവിതകാലം മുഴുവൻ അവളെ ഇങ്ങനെ ക്രൂശിക്കണോ? അത്ര നിസ്സാരമായിട്ടുള്ള ഒരു തെറ്റാണോ അവള് ചെയ്തത്? പറയാ. താൻ മോളെ പറ്റി ഒരുപാട് സംസാരിച്ചൂലോ. എന്നെ പറ്റി എന്താ ഓർക്കാഞ്ഞേ? നാലാളുടെ മുഖത്ത് നോക്കാനാവാണ്ട് അവരുടെ പരിഹാസശരങ്ങൾ എന്ന വേദനയുണ്ട് പെടഞ്ഞ് ജലപാനം ഉപേക്ഷിച്ച് ഉപാസനാമൂർത്തികളുടെ മുമ്പിൽ പെടയുന്ന നെഞ്ചോടെ ഇരുന്ന ദിവസങ്ങൾ ഞാൻ മറക്കില്ല സുഹൃത്തേ.